നമസ്കാരം. ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നേരത്തെ ഞാൻ മീനച്ചാർ ഉണ്ടാക്കി, നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയിരുന്നു. നിങ്ങളെല്ലാം ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം വേറെ ഈസി മെത്തേഡാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ റെസിപ്പീസും ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. വെളുത്തുള്ളി അച്ചാറാണ്. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വെളുത്തുള്ളി അച്ചാറിലോട്ട് പോയാലോ. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1/2 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കുമ്പോൾ 300-350 ഗ്രാം കാണും. അതാണ് ഇത്. ആവശ്യത്തിന് മുളക് പൊടി, ഇഞ്ചി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കായംപൊടി, നല്ലെണ്ണ, വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യം. നമ്മൾ ആദ്യമായിട്ട് വെളുത്തുള്ളി അച്ചാറിടുന്നത്, വെളുത്തുള്ളി നമ്മളൊന്ന് വാട്ടിയെടുക്കുകയാണ്. അത് പച്ചെണ്ണ ഒഴിച്ചാണ് നമ്മൾ വാട്ടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ആവി കയറ്റി എടുക്കാം. ഞാൻ ചെയ്യുന്നത് എണ്ണ ഒഴിച്ച് വാട്ടുകയാണ്. നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് എണ്ണ എടുത്ത് ഈ വെളുത്തുള്ളി നമുക്കൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. അങ്ങ് വേവിച്ച് കളയരുത്, ഫ്രൈ ആക്കരുത്. ഇതിലോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടണം. 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് അടക്കുക. സിമ്മിലിട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചിരുന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇഡലി പാത്രത്തിലോ കുക്കറിലോ വെച്ച് ആവി കയറ്റി എടുത്താലും മതി. നമ്മുടെ വെളുത്തുള്ളി കുറച്ച് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. തവ ചൂടായി കുറച്ച് എണ്ണയും കൂടി അതിലൊഴിക്കുക. നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിടുക. രണ്ട് വറ്റൽമുളകും ഇട്ടിട്ട് കറിവേപ്പില ഇടുക. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കും. തീ കുറച്ച് വെച്ചിട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. അതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കണം. കായപ്പൊടിയും ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുക. എല്ലാം ഒന്ന് വഴണ്ടതിന് ശേഷം വിനാഗിരി ചേർക്കാം. അപ്പോൾ ഇതിന് സ്വല്പം വിനാഗിരി കൂടുതൽ വേണ്ടി വരും. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം വഴറ്റിയ വെളുത്തുള്ളിയാണ്. ഒരുപാട് ഇട്ടിഞ്ഞ് വേവിക്കേണ്ട കാര്യമില്ല. ഒരു സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അതിനെ ഓഫ് ചെയ്യാം. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൽ ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റുണ്ട്, എല്ലാം പിടിച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഉപ്പും എരിവും പുളിയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നമ്മുടെ ഹസ്ബൻഡും മക്കളൊക്കെ വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുത്തു വിടാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ വെളുത്തുള്ളി ഒന്ന് പൊളിക്കുന്ന സമയം മാത്രമേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് നമുക്ക് അച്ചാർ റെഡിയായി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.